നമസ്കാരം. ദിവസത്തെ പ്രധാന വാർത്തകൾ ചർച്ച ചെയ്യുന്ന സ്റ്റേറ്റ് ഓഫ് ന്യൂസിലേക്ക് സ്വാഗതം. ഇറാൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് പാചകവാതക വില കുതിച്ചുയർന്നതിന് പിന്നാലെ സിലിണ്ടർ ബുക്കിങ്ങിൽ കമ്പനികൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പാചകവാതക ക്ഷാമം ഭയന്ന് ബുക്കിങ്ങുകളിൽ വലിയ രീതിയിലുള്ള വർധന ഉണ്ടായതിന് പിന്നാലെയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഭാരത് പെട്രോളിയവും ഗാർഹിക LPG റീഫില്ലുകൾക്ക് 21 ദിവസത്തെ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. പെട്ടെന്നുണ്ടായ ഈ ഡിമാൻഡ് പരിഗണിച്ച് പൂഴ്ത്തിവെപ്പ് തടയുന്നതിനും വിതരണം സുസ്ഥിരമാക്കുന്നതിനുമാണ് എണ്ണ വിപണന കമ്പനികളുടെ നടപടിയെന്നാണ് വിശദീകരണം. ലോക്കിൻ പീരീഡ് എന്ന രീതിയിലാണ് നിലവിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. ഗാർഹിക വാണിജ്യ പാചകവാതക വിലയിൽ കുത്തനെയുള്ള വർധനവാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ഉണ്ടായത്. 14.2 കിലോയുടെ ഗാർഹിക സിലിണ്ടറിന് 60 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത്. മാസങ്ങൾക്ക് ശേഷമാണ് ഗാർഹിക സിലിണ്ടറിന് ഇത്രയും വലിയ വർധനവുണ്ടാകുന്നത്. കൊച്ചിയിൽ നിലവിൽ ഒരു സിലിണ്ടറിന് 910 രൂപയ്ക്ക് മുകളിലാണ് പുതിയ വില. ഹോട്ടലുകളിലും വ്യവസായങ്ങളിലും ഉപയോഗിക്കുന്ന നീല സിലിണ്ടറിന് 115 രൂപയാണ് കൂട്ടിയത്. ഇതോടെ ഡൽഹിയിൽ ഒരു സിലിണ്ടറിൻ്റെ വില 1883 രൂപയായാണ് ഉയർന്നത്. വാണിജ്യ സിലിണ്ടറിൻ്റെ വില വർദ്ധിക്കുന്നത് ഭക്ഷണ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് നേരിട്ട് കാരണമാകുന്ന ഒരു വസ്തുതയാണ്. ഹോട്ടലുകളടക്കമുള്ള ഭക്ഷ്യവിൽപ്പന കേന്ദ്രങ്ങളിലും വിലക്കയറ്റം വരും ദിവസങ്ങളിൽ പ്രകടമാവും. ഇന്ധനവില വർദ്ധിക്കുന്നത് കുടുംബ ബജറ്റുകളെ താളം തെറ്റിക്കുമെന്നാണ് ആശങ്ക. എന്താണ് ഇത്ര പെട്ടെന്നുള്ള ഈ മാറ്റത്തിന് കാരണം? ഇറാൻ ഇസ്രായേൽ നേരിട്ടുള്ള പോരാട്ടം തുടങ്ങിയതോടെ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $95 മുകളിലേക്ക് കുതിച്ചിരിക്കുകയാണ്. ഇതിനു പുറമെ ലോകത്തെ എണ്ണക്കടത്തിൽ ഭൂരിഭാഗവും കൈകാര്യം ചെയ്യുന്ന ഹോർമുസ് കടലിടുക്ക് സംഘർഷ മേഖലയായതോടെ ഇൻഷുറൻസ് നിരക്കുകളും ചരക്ക് നീക്കത്തിനുള്ള ചെലവും കുത്തനെ വർദ്ധിച്ചു. ഇന്ത്യയുടെ ഗ്യാസ് ആവശ്യത്തിൻ്റെ 50% ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. സൗദി അറേബ്യയും ഖത്തറും ഉൾപ്പെടുന്ന മേഖലയിൽ യുദ്ധഭീതി നിലനിൽക്കുന്നത് വിതരണത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്ക് നൽകുന്ന 300 രൂപ സബ്സിഡി തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും പൊതുവിപണിയിലെ വിലവർധന കുടുംബങ്ങളെ സാരമായി ബാധിക്കുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എണ്ണ കമ്പനികൾ അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കനുസരിച്ച് ഓരോ മാസവും നിരക്കുകൾ പുതുക്കുന്നുണ്ട്. സംഘർഷം അയഞ്ഞില്ലെങ്കിൽ വരും മാസങ്ങളിലും വില ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇനി ഇന്നത്തെ ദേശീയ വാർത്ത പരിശോധിക്കാം. ശ്രീലങ്കൻ പുറംകടലിലൂടെ പോയ ഇറാൻ നാവികസേനയുടെ ഇറിസ് ദേന യുദ്ധക്കപ്പൽ US അന്തർവാഹിനി ആക്രമണത്തിന് ഇരയാകുന്നതിന് മുൻപ് ഇന്ത്യ അഭയം വാഗ്ദാനം ചെയ്തിരുന്നതായി റിപ്പോർട്ടുകൾ. കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സോഴ്സുകളെ ഉദ്ധരിച്ച് ഇന്ത്യൻ എക്സ്പ്രസ്സാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. വിശാഖപട്ടണത്തിന് സമീപം നടന്ന മിലാൻ 2020 സൈനിക അഭ്യാസത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന കപ്പലാണ് US ആക്രമിച്ച് തകർത്തത്. മാർച്ച് 4-നാണ് കപ്പലിന് നേരെ ആക്രമണമുണ്ടായത്. USഉം ഇറാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ സുരക്ഷിത തുറമുഖം വാഗ്ദാനം ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സൈനിക അഭ്യാസത്തിൽ പങ്കെടുത്ത മറ്റൊരു ഇറാനിയൻ യുദ്ധക്കപ്പലായ ഐറിസ് ലവാൻ കൊച്ചിയിൽ നങ്കൂരമിട്ടിട്ടുണ്ട്. ഐറിസ് ദേന യുദ്ധക്കപ്പൽ USൻ്റെ ആക്രമണത്തിന് ഇരയായ അതേ ദിവസം തന്നെയാണ് ലവാൻ എന്ന യുദ്ധക്കപ്പലിന് കൊച്ചിയിൽ അഭയം നൽകിയത്. ഈ മേഖലയിലുണ്ടായിരുന്ന ലവാനിൽ നിന്ന് ഫെബ്രുവരി 28-ന് ഇന്ത്യക്ക് അഭ്യർത്ഥന ലഭിച്ചിരുന്നു. സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ഇന്ത്യൻ തീരത്ത് തങ്ങാൻ അനുവദിക്കണമെന്നായിരുന്നു അഭ്യർത്ഥന. തുടർന്ന് മാർച്ച് 1-ന് അനുമതി നൽകിയതോടെ 4-ാം തീയതി ലവാൻ കൊച്ചിയിലെത്തുകയായിരുന്നു. 183 അംഗങ്ങളുള്ള ഇതിലെ നാവികരെ കൊച്ചിയിലെ നാവികസേനാ താവളത്തിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു ഇറാനിയൻ യുദ്ധക്കപ്പലായ ഇറിസ് ബുഷഹറിന് ശ്രീലങ്ക വ്യാഴാഴ്ച അഭയം നൽകിയിരുന്നു. US ആക്രമണത്തിൽ ഇറിസ് ദേനയിലുണ്ടായിരുന്ന 87 നാവികരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചത്. 32 പേരെ ശ്രീലങ്കൻ നാവികസേന രക്ഷപ്പെടുത്തിയിരുന്നു. 60ഓളം പേരെ കാണാതായിട്ടുണ്ട്. ഇവർക്കായുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 180 നാവികരാണ് കപ്പലിലുണ്ടായിരുന്നത്. രക്ഷാപ്രവർത്തനത്തിന് ഇന്ത്യൻ നാവികസേന വിമാനങ്ങളും കപ്പലുകളും വിന്യസിച്ചിട്ടുണ്ട്. ഇനി ഇന്നത്തെ അന്താരാഷ്ട്ര വാർത്തയിലേക്ക്. പശ്ചിമേഷ്യയിൽ യുദ്ധം കനക്കുന്നതിനിടെ ഇസ്രായേലിന് അടിയന്തരമായി ആയുധങ്ങൾ കൈമാറാൻ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അനുമതി നൽകിയിരിക്കുന്നു. ആയുധ കയറ്റുമതി നിയന്ത്രണ നിയമപ്രകാരമുള്ള സാധാരണ നടപടികൾ ഒഴിവാക്കി ഒരു അടിയന്തര തീരുമാനപ്രകാരമാണ് ഈ വിൽപ്പനയ്ക്ക് അംഗീകാരം നൽകുന്നത്. എന്താണ് ഈ തീരുമാനത്തിന് പിന്നിൽ? എന്തൊക്കെ ആയുധങ്ങളാണ് കൈമാറുന്നത്? പരിശോധിക്കാം. US സെക്രട്ടറി മാർക്ക് റുബിയോയാണ് ഈ അടിയന്തര തീരുമാനത്തിന് പിന്നിൽ. എന്താണ് അടിയന്തരാവസ്ഥ എന്ന് ചോദിച്ചാൽ വ്യക്തമല്ല. സാധാരണയായി ഒരു വിദേശ രാജ്യത്തിന് ആയുധം നൽകുമ്പോൾ US കോൺഗ്രസിൻ്റെ അനുമതിയും ദീർഘമായ പരിശോധനകളും ആവശ്യമാണ്. എന്നാൽ ഇസ്രായേലിൻ്റെ സുരക്ഷാ ഭീഷണി പരിഗണിച്ച് കോൺഗ്രസിനെ മറികടന്ന് ആയുധം നൽകാനുള്ള പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിലവിലെ നടപടി. ഇസ്രായേലിൻ്റെ സൈനിക ആവശ്യങ്ങൾ അടിയന്തരമാണെന്നും രാജ്യത്തിൻ്റെ പ്രതിരോധത്തിന് ഇത് അത്യന്താപേക്ഷിതമാണെന്നുമാണ് അമേരിക്കൻ നിലപാട്. ഏകദേശം $50 കോടി മൂല്യമുള്ള ആയുധ ഇടപാടാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. 450 കിലോയിലധികം ഭാരം വരുന്ന വലിയ 12,000 ബോംബുകളും
ഭാരം കുറഞ്ഞ 10,000 ബോംബുകളും ഇടപാടിൻ്റെ ഭാഗമായി ഇസ്രായേലിന് ലഭ്യമാകും. ഗസയിലെയും ലബനൻ അതിർത്തിയിലെയും പോരാട്ടങ്ങളിൽ ഇസ്രായേൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ആർട്ടിലറി ഷെല്ലുകളും അനുബന്ധ ഉപകരണങ്ങളും കൂടുതലായി കൈമാറുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേലിൻ്റെ സൈനിക സന്നദ്ധത വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള സ്പെയർ പാർട്സുകളും ഫ്യൂസുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിനു മുമ്പ് 13,000-ഓളം ടാങ്ക് വെടിമരുന്നുകൾ നൽകാനുള്ള തീരുമാനവും സമാനമായ രീതിയിൽ കോൺഗ്രസിനെ അറിയിക്കാതെ നടപ്പാക്കിയിരുന്നു. ട്രംപ് ഭരണകൂടത്തിൻ്റെ ഈ തീരുമാനം വലിയ വിമർശനങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. ഗസയിൽ സാധാരണക്കാർ കൊല്ലപ്പെടുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിന് വീണ്ടും ആയുധങ്ങൾ നൽകുന്നത് സംഘർഷം നീണ്ടു നിൽക്കാൻ ഇടയാകുമെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുന്നു. കോൺഗ്രസിനെ മറികടന്നുള്ള ആയുധ വിൽപ്പനയിൽ യുഎസിലെ ചില റിപ്പബ്ലിക്കൻ പ്രതിനിധികൾ തന്നെ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ഇസ്രായേലിൻ്റെ നിലനിൽപ്പ് അമേരിക്കയുടെ ദേശീയ സുരക്ഷാ താൽപ്പര്യമാണെന്നാണ് വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്നത്. അമേരിക്കയുടെ ഈ നീക്കം പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ ഗതിയെ എങ്ങനെ മാറ്റുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ഇസ്രായേലിന് സൈനികമായ കരുത്ത് ലഭിക്കുമ്പോഴും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ എങ്ങും എത്തുന്നില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്.